പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ നിങ്ങളെല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ദൈവം നടത്തുന്ന വഴികൾക്കായിട്ട് നമുക്കവനോട് നന്ദി പറയാം. കാൽ കല്ലിൽ തട്ടിപ്പോകാതെ, നമ്മുടെ കണ്ണ് നനയാതെ, രണ്ട് കണ്ണുകൾ ഉയരത്തിൽ നിന്ന് നമ്മെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് എത്ര ആശ്വാസമാണ്. ആ കർത്താവിൻ്റെ മാർവിൽ ചാരി നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്ര തുടരാമേ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 147:3, സാം 147 വേഴ്സ് 3. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. കർത്താവായ യേശുവും ശിഷ്യന്മാരും പടകിൽ മുന്നോട്ട് പോയപ്പോൾ, തിരമാലകൾ അടിച്ചു കയറിയപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ചില ക്രൈസിസ് ടൈമിൽ നിങ്ങളുടെ കരച്ചിലും ഈ വിധത്തിൽ തന്നെ ആയിരിക്കത്തില്ലേ? നീ ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ലേ ദൈവമേ? ഗോഡ്, ഡോണ്ട് യു കെയർ? ആ ശിഷ്യന്മാരെ പോലെ തന്നെ നാം ആയി പോകാറുണ്ട്. നമ്മുടെ വിശ്വാസം ആടി ഉലയുമ്പോൾ, നമ്മൾ ക്രൈസിസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, ഒരു സെക്കൻഡ് നേരമെങ്കിലും നിന്ന് ഹൃദയത്തിലിങ്ങനെ വിചാരിക്കുകയെങ്കിലും ചെയ്യാത്തവർ ഈ ഭൂമിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെങ്കിൽ നമുക്കൊരു ഉറപ്പുള്ളത് എന്താണെന്നറിയാമോ? ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഷെയർ ചെയ്യട്ടെ. നമ്മുടെ ഉറപ്പ്, ദ ഗോഡ് ഹു റെസ്റ്റഡ് ഇൻ ദ വയലന്റ് സ്റ്റോം റെസ്പോൺസ് ടു ദ ക്രൈസ് ഓഫ് ഹിസ് പീപ്പിൾ. തൻ്റെ ജനത്തിൻ്റെ കരച്ചിലിനോട് അവൻ പ്രതികരിക്കും. അവൻ ആ വയലന്റ് സ്റ്റോമിൽ റെസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ പോലും, അതെ, ഏത് കൊടുങ്കാറ്റ് വന്നാലും അതിന് കർത്താവിനെ ഇളക്കാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ അവൻ്റെ ശിഷ്യന്മാരുടെ കരച്ചിൽ തീർച്ചയായിട്ടും അവനെ അൺമൂവ്ഡായിട്ടിരുത്തത്തില്ല, ചലനമില്ലാതെ ഇരുത്തത്തില്ല. അതായത് എൻ്റെയും നിൻ്റെയും കരച്ചിലിൻ്റെ മധ്യേ അവൻ ചെവി ചായ്ച്ച് കേട്ട് അവൻ നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ഗോഡ് ഈസ് നോട്ട് അൺകൺസേൺഡ് ഇൻ ദ സ്റ്റോം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ നമ്മെ കേൾക്കും. തിരമാല നമ്മെ തോൽപ്പിക്കാൻ വന്നാലും, കാറ്റ് നമ്മെ വീഴ്ത്താൻ വന്നാലും, തിരുവചനം നമ്മോട് പറയുന്നത് അവൻ തൻ്റെ ചെവി ചായ്ച്ച് നമ്മുടെ അപേക്ഷ കേൾക്കും. ഹീ ഇൻക്ലൈൻസ് ഹിസ് ഇയർ ടു അസ്. അവൻ്റെ ചെവി അങ്ങനെ. നാം ജീവിക്കുന്നത് ഒരു ബ്രോക്കൺ വേൾഡിലാണ്. പക്ഷേ കർത്താവ് ഏറ്റവും അടുത്തിരിക്കുന്ന ബ്രോക്കൺ ഹാർട്ടഡായിട്ടുള്ളവരുടെ അടുത്താണ്, മനം തകർന്നവരുടെ അടുത്താണ്. അവരുടെ കരച്ചിൽ കേട്ട് അതിന് റെസ്പോണ്ട് ചെയ്ത് നമ്മെ സഹായിക്കുന്ന ഇത്ര ഒരു വലിയ ദൈവം നമുക്കുള്ളപ്പോൾ, പ്രിയമുള്ളവരെ, ഭാരപ്പെട്ടു പോകരുതേ. സങ്കീർത്തനം 147:4-5 വാക്യങ്ങൾ എനിക്ക് വളരെ ശക്തി തന്നിട്ടുള്ള വാക്യങ്ങളാണ്. സാം 147 വേഴ്സസ് 4 and 5. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനും വിലയേറിയവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. പ്രൈസ് ഗോഡ്. ഈ വാക്യം എന്തോ ഒരു ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിലൊരാശ്വാസം കൊണ്ടുവെക്കുന്നതാണ്, അല്ലേ? പീസ് ബി സ്റ്റില്ലെന്ന് കാറ്റിനെ ശാസിച്ച് കടലിനോട് പറഞ്ഞ ദൈവം അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട്
തൻ്റെ കൂടെയുള്ള ഭയപ്പെട്ട് നിൽക്കുന്ന ഭയചകിതരായി നിന്ന ശിഷ്യന്മാരെ കാണിച്ചു കൊടുത്തു. കാറ്റ് നിന്നു. വലിയ ശാന്തതയുണ്ടായിന്ന് അവിടെ വായിക്കുന്നത്. ഇളകി മറിഞ്ഞുകൊണ്ടിരുന്ന കടൽ, ഓളത്തിൻ്റെ ഒച്ച എരപ്പിച്ച് നമ്മളെ കേൾപ്പിച്ച് ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന കടൽ. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു വിഷയം ദൈവപൈതലേ നിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അതിനെ സൈലൻസ് ചെയ്യുന്നൊരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഒത്തിരി ഫ്യൂറിയസ് സൗണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ നാം കേൾക്കേണ്ടി വരും. എന്നാൽ തൻ്റെ എല്ലാ സൃഷ്ടികളുടെ മേലും എൻ്റെ യേശു കർത്താവ് തൻ്റെ ശക്തിയെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കും. ഏത് ക്രൈസിസിൽ കൂടെ നാം പോയാലും, ഏത് ഇമ്പോസിബിൾ സിറ്റുവേഷനിൽ കൂടെ നാം പോയാലും കർത്താവ് നമ്മെ കാക്കും. ഗോഡ് ഈസ് നോട്ട് ഓവർ പവേർഡ് ബൈ ദ സ്റ്റോം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 8. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അവൻ ഓൾ പവർഫുള്ളാണ്. അവൻ ആരംഭവും അവസാനവുമാണ്. നമ്മൾ വായിച്ച വാക്യത്തിൽ എന്തുവാ പറയുന്നത്? നക്ഷത്രങ്ങളുടെ എണ്ണം അവനറിയാം, അവയുടെ പേര് അവനറിയാം. നമുക്ക് എത്ര സ്റ്റാർസ് ഉണ്ടെന്ന് പോലും അറിയുക ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ്. ആസ്ട്രോണമേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ മാത്രമായിട്ട് 300 ബില്യൺ സ്റ്റാർസ് ഉണ്ടെന്ന്. ദൈവത്തിൻ്റെ വചനം പറയുന്നു അതിലോരോ സ്റ്റാർസിനും പേരുണ്ടെന്ന്. ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? സ്തോത്രം. കാറ്റിനെ നോക്കിക്കേ, തിരമാലയെ നോക്കിക്കേ. ലോജിക്കലി നമുക്ക് തോന്നും ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ ദൈവത്തെ ഒരു ലോജിക്ക് കൊണ്ട് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രകൃതിക്ക് അവനെ ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ കാര്യവും അവൻ പോസിബിളാക്കുന്ന ദൈവമാണ്. ഹീസ് എ മൗണ്ടൻ മൂവിങ് മിറക്കിൾ വർക്കിംഗ് ഗോഡ് who can still the storm and breathe his peace into our hearts. അതുകൊണ്ട് ഏത് ക്രൈസിസിലും ദൈവപൈതലേ നീ ഉറക്ക നിലവിളിക്ക്. അവൻ നിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുകയും നിന്നെ സഹായിക്കുകയും ചെയ്യും. സദൃശവാക്യം 3-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യം ഇങ്ങനെ പറയുന്നു. പ്രൊവേർബ്സ് ചാപ്റ്റർ 3 വേഴ്സസ് 5 and 6. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. ഒരു ഫ്യൂ വേർഡ്സ് മാത്രമേ യേശു കർത്താവ് ഉപയോഗിച്ചുള്ളൂ കാറ്റിനെ ഒന്ന് സൈലൻസ് ചെയ്യുവാൻ. പക്ഷെങ്കിൽ ആ ബോട്ടിൽ സഞ്ചരിച്ചിരുന്ന ഡിസൈപ്പിൾസ് എത്രയും പെട്ടെന്ന് ഒരു പ്ലസൻറ്റ് ബോട്ട് റൈഡിലേക്ക് മാറി. ഇത് ശിഷ്യന്മാരെ ഒത്തിരി ചിന്തിപ്പിച്ചു. അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം കൊടുത്തു. കാറ്റും കടലും കൂടെ അനുസരിക്കുന്ന ഇവൻ ആരെന്നാണ് അവൻ്റെ അതോറിറ്റി, പ്രകൃതിയുടെ മേലുള്ള അവൻ്റെ അധികാരത്തെ കണ്ടുകൊണ്ട് ശിഷ്യന്മാരുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വന്നു. പറയുന്നു അവർ ഭയപ്പെട്ട് തമ്മിൽ ചോദിച്ചെന്നാണ് പറയുന്നത്. ഹൂ ദെൻ ഈസ് ദിസ് ദറ്റ് ഈവൻ ദ വിൻഡ് ആൻഡ് സീ ഒബേ ഹിം. കുഞ്ഞെ, നീ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന നിൻ്റെ കാറ്റ് വളരെ ഫിയേഴ്സ് ആയിരിക്കും. എന്നാൽ നമ്മുടെ ഫോക്കസ് നമ്മുടെ സകല ഭയത്തിൽ നിന്നും മാറ്റി അതിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുവാൻ കുഞ്ഞെ നീ ഇപ്പോൾ കടന്നു പോകുന്ന അനുഭവം ഇടയാക്കും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നൊരു ദൂതായത് കേട്ടോ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ നീ ഒരുക്കമാണോ? അവൻ നിനക്ക് വേണ്ടി
നല്ല സഹായിയായി അടുത്തു വരും. അപ്പോൾ മറ്റേത് തിരമാലയെ അവർ ഭയപ്പെട്ടുള്ളൂ. കാറ്റും കടലും യേശു കർത്താവിനെ അനുസരിക്കുന്നത് കണ്ടപ്പോൾ അവർ പറയുന്നത് ഗ്രേറ്റ് ഫിയർ. നേരത്തെ ഫിയറേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അവർക്ക് ഗ്രേറ്റ് ഫിയറായി. എന്തിലാ? ഗ്രേറ്റ് ഫിയർ ഓഫ് ദ വൺ ഹു ഹാഡ് ദ പവർ ടു മേക്ക് ദ വിൻഡ് ആൻഡ് വേവ്സ് ഒബേ. സാഹചര്യങ്ങളുടെ ഭയം പലപ്പോഴും നാം മറന്നു പോകും. നമ്മുടെ കൂടെയുള്ള യേശു കർത്താവിൻ്റെ പ്രസൻസ് ചിലപ്പോൾ നാം മറന്നു പോകും. നമ്മെ അക്കരെ കൊണ്ടുപോകാവുന്ന ദൈവം പറഞ്ഞിരിക്കുന്നുള്ള പ്രോമിസസ് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. പക്ഷേ നാം ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ആ വസ്തുത ഓർത്താൽ നമുക്ക് ലഭിക്കുന്ന സമാധാനമുണ്ടല്ലോ, നമ്മുടെ എല്ലാ വാഗ്ദത്തങ്ങളെയും നമ്മെ ഓർമ്മിപ്പിച്ച് നമ്മെ സ്നേഹിക്കുന്ന ദ വെരി പേഴ്സൺ ഓഫ് ഗോഡ് നമ്മെ അത്ഭുതങ്ങൾ കാണിച്ച് നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലത്തെ ശാന്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് ഉറപ്പാണ് ദൈവവേദലേ. അതിനായിട്ട് നമുക്ക് അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കടലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഏത് പ്രതികൂലത്തിൻ്റെ മധ്യേയും നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഏറ്റവും അടുത്ത സഹായിയായി ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ കരം പിടിച്ചുയർത്തുന്ന ആ വലിയ ദൈവം ഇന്ന് പകൽക്കാലം ഞങ്ങളായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് വിടുതൽ തന്ന് ജയത്തോടെ ഞങ്ങളെ നടത്തണമേ. പ്രാർത്ഥന കേട്ടെന്നാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.